പക്വമധുര മധുഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുതാ ഭുക്ത്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനീവരൻ തന്നോടരുൾ ചെയ്തു. താതാജ്ഞയാ വനത്തിന്നു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും. ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ, വേദാന്തിനാം ഭവതാമറിയാമല്ലോ. യാതൊരിടത്തു സുഖേന വസിക്കാവൂ, സീതയോടും കൂടി എന്നരുൾ ചെയ്യണം. ഇദ്ദിക്കലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തെ പെരികയുണ്ടാശ മഹാമുനെ. ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗളദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്ത് വണ്ണമരുൾ ചെയ്തു. സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചിടുന്നു. ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയല്ലെന്തു ചൊല്ലാവതും. സീതാസഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം. സൗഖ്യേന തേ വസിപ്പാനുള്ള മന്ദിരമാഖ്യവിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ. ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വന്തം നിനക്കു സുഖവാസമന്ദിരം. നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്ത സരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിടുന്ന മന്ദിരം. നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മന്ത്രജാപകരായുള്ള മാനുഷർ തന്മേന പങ്കജം തേ സുഖമന്ദിരം. ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാകെ ദ്വേഷമാനസന്മാരുമായി ലോഷ്ടാശ്മകാഞ്ചന തുല്യമാദികളാം ശ്രേഷ്ഠമാദികൾ മനസ്തവ മന്ദിരം. നിങ്ങൾ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളെ ദത്തമായോരോ മനസ്സോടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം. ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടും ഇഷ്ടേതരാപ്തിക്കനുതാപവുമില്ല. സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യമാനസ്തവ വാസായ മന്ദിരം. ഷഡ്ഭാവഭേദി വികാരങ്ങളൊക്കെയും ഉൾപ്പുവിലോർക്കിലോ ദേഹത്തിനേയുള്ളൂ. ശുത്രുഭയ സുഖ ദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കിലാത്മാവിനില്ലേതും. ഇത്തമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. യാതൊരുത്തൻ ഭവന്തം പരം ചിൽഘനം വേദസ്വരൂപനനന്ദമേകം സദാം. വേദാന്തവേദ്യമാദ്യം ജഗൽകാരണം നാനാന്തപൂരം പരബ്രഹ്മമുച്യതം.